വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന കേരളത്തിൽ എങ്ങനെ രൂപപ്പെട്ടു എന്നത് ദുർബല ഹദീസുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്നത് അതിൻ്റെ ആളുകൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. ഈ അടുത്ത ദിവസമാണ് എടത്തനാട്ടുകരയിൽ ആ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നേതൃത്വം നൽകുന്ന ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത്. ആ പ്രോഗ്രാമിൻ്റെ ഭാഗമായി കേരളത്തിൽ അതിന് നേതൃത്വം നൽകുന്ന ടി.കെ. അഷ്റഫ് സാഹിബ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എഴുതിയ ഒരു കുറിപ്പുണ്ട്. ആ കുറിപ്പ് ഇപ്രകാരം നമുക്ക് വായിക്കാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമാണ് എടത്തനാട്ടുകര പ്രദേശം. തൗഹീദി ആദർശം വളരെ നേരത്തെ വേരോടിയ ഒരു മണ്ണ്. KNM സംഘടനാ സംവിധാനം രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ മുജാഹിദ് ആദർശം നെഞ്ചേറ്റിയ പ്രദേശമാണ് എടത്തനാട്ടുകര. ഇന്ന് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന പഴയ പല പള്ളികളും KNM രൂപീകരിക്കുന്നതിന് മുമ്പ് സ്ഥാപിച്ചതാണ്. എന്തിനാണ് ഈ KNM രൂപീകരിക്കുന്നതിന് മുമ്പ് എടത്തനാട്ടുകരയിലെ പള്ളികൾ രൂപീകരിക്കപ്പെട്ടു എന്ന് ദ്വയാർത്ഥത്തിൽ പ്രയോഗിക്കുന്നത് എന്നതിൻ്റെ ഉദ്ദേശം മുജാഹിദ് പ്രസ്ഥാനത്തിനറിയാം. അല്ലാഹുവല്ലാത്ത ജിന്നുകളെയും മലക്കുകളെയും ഒക്കെ വിളിച്ച് സഹായം ചോദിക്കുന്നതിൽ ശിർക്കല്ലാത്ത സഹായതേട്ടങ്ങൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പള്ളികൾ കൊള്ളയടിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ആവേശം നൽകാനാണ് അദ്ദേഹം അത് ചെയ്യുന്നതെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിശുദ്ധമായ തൗഹീദിൻ്റെ പാരമ്പര്യം ഏറ്റെടുത്ത മനുഷ്യരിവിടെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തോളം ഇത്തരം നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നത് നിങ്ങൾ ഓർക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമുണ്ട്. തുടർന്ന് അദ്ദേഹം പറയുന്നത്, നമ്മുടെ മുൻഗാമികളായ പരപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, സെയ്ദ് മൗലവി, ആല് മൗലവി, അലി മൗലവി തുടങ്ങിയവർ അത്യുദ്ധാനം ചെയ്തതിൻ്റെ ഫലമാണ് ഇത്രമേൽ ആദർശ ജാഗരണം ഉണ്ടായതും അത് പ്രബോധനം ചെയ്യാൻ പള്ളികൾ വ്യാപകമായി സ്ഥാപിക്കപ്പെട്ടതും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലരുണ്ടാക്കിയ വിഭാഗീയതയ്ക്ക് ശേഷം പല പള്ളികളും നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ച തൗഹീദിന് പുതിയ വ്യാഖ്യാനം നൽകുന്ന CD ടവർ വിഭാഗത്തിൻ്റെ ആശയങ്ങളാണ് പ്രഘോഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൗഹീദിൻ്റെ നിർവചനത്തിൽ മാറ്റം വരുത്തിയതോടെ എന്ന് തുടങ്ങി മുജാഹിദ് പ്രസ്ഥാനം തൗഹീദിൽ മാറ്റം വരുത്തി എന്നാണ് അലവി മൗലവി പഠിപ്പിച്ച, അതേപോലെ തന്നെ സെയ്ദ് മൗലവി പഠിപ്പിച്ച, അബ്ദുറഹ്മാൻ മൗലവി പഠിപ്പിച്ച എടത്തനാട്ടുകരയുടെ മണ്ണിലെല്ലാം കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ തൗഹീദിൻ്റെ ശബ്ദമുയർത്തിയ മഹാപണ്ഡിതന്മാർ രൂപീകരിച്ചതും ഈ സമൂഹത്തിൽ പ്രചരിപ്പിച്ചതുമായ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയത്തിൽ നിന്ന് കേരള നദുബത്തുൽ മുജാഹിദീൻ പിന്നോട്ട് പോയി എന്ന് ആരോപിച്ചുകൊണ്ടാണ് അഷ്റഫ് സാഹിബ് തൻ്റെ സംസാരം ഫേസ്ബുക്കിൽ തൻ്റെ എഴുത്തു തുടരുന്നത്. എന്നാൽ ISMൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹി എന്ന നിലയിൽ ടി.കെ. അഷ്റഫ് സാഹിബ് അടക്കമുള്ള കേരളത്തിലെ വിസ്ഡം വിഭാഗത്തിൻ്റെ നേതാക്കന്മാരോടും പ്രവർത്തകന്മാരോടും ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വാചകം, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്ത സഹായതേട്ടമുണ്ട് എന്ന് പരപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി, അലവി മൗലവി, അതേപോലെ തന്നെ എടത്തനാട്ടുകരയിലെ സെയ്ദ് മൗലവി അടക്കമുള്ള കേരളക്കരയിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയധാരകൾ പഠിപ്പിച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരും എഴുതുകയോ പ്രസംഗിക്കുകയോ പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ട് എന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു മുജാഹിദ് കാരണവരെ സംബന്ധിച്ചിടത്തോളം പറയിപ്പിക്കാൻ സന്നദ്ധമാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനം ടി.കെ. അഷ്റഫ് സാഹിബിനെ ആ വിഷയത്തിൽ സ്വാഗതം ചെയ്യുകയാണ്, ഞങ്ങൾ ക്ഷണിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം വൈജ്ഞാനിക സംവാദങ്ങൾക്ക് എത്രയാണ് കേരളത്തിൽ ക്ഷണിക്കുന്നത്? 2012-ലും 2013-ലും ഞങ്ങൾ സംവാദം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കേരള നദുബത്തുൽ മുജാഹിദീനുമായി ഞങ്ങൾ വൈജ്ഞാനിക ചർച്ചകൾക്കില്ല, സംവാദങ്ങൾക്കില്ല. ഞങ്ങളൊന്ന് നേർക്ക് നേരെ ഇരുന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളിലുണ്ടായ വ്യതിയാനങ്ങളെ അല്ലെങ്കിൽ ആശയങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെ ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കേരളം മുഴുവൻ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതാക്കന്മാർ പറഞ്ഞു നടക്കുന്ന വാചകങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ എത്രയാണ് മർക്കസ് വിഭാഗങ്ങളെ പിന്നാലെ നടന്ന് ചർച്ചകൾക്ക് ക്ഷണിക്കുന്നവരുണ്ട്, കേരളത്തിലെ സമസ്തക്കാരെ ചർച്ചകൾക്ക് ക്ഷണിക്കുന്നവരുണ്ട്. എന്തുകൊണ്ടാണ് കേരള നദുബത്തുൽ മുജാഹിദീൻ ഈ വൈജ്ഞാനിക ചർച്ചയ്ക്ക്, തൗഹീദും ശിർക്കും തമ്മിലുള്ള ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് നിങ്ങളെ ക്ഷണിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സന്നദ്ധരാകാത്തത്? 2013-ലെ CD കേട്ടാൽ മതി എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ എത്രയെത്ര സംവാദങ്ങൾ നിങ്ങൾ മർക്കസ് വിഭാഗങ്ങളുമായി നടത്തി. എന്നിട്ട് എന്തിനാണ് 2024-ലും നിങ്ങൾ അവരെ വൈജ്ഞാനിക ചർച്ചകൾക്ക് ക്ഷണിക്കുന്നത്? കേരളത്തിൽ എത്ര സംവാദങ്ങളും മുഖാമുഖങ്ങളും നിങ്ങൾ സമസ്തക്കാരുമായി നടത്തി? ഇസ്തിഗാസ വിഷയത്തിലും തവസ്സുൽ വിഷയത്തിലും നിങ്ങൾ നടത്തി. എന്നിട്ട് എന്തിനാണ് 2024-ലും ഇസ്തിഗാസ വിഷയത്തിലും തവസ്സുൽ വിഷയത്തിലും കേരളക്കരയിൽ ഒന്നാകെ നടന്ന് നിങ്ങൾ ഈ വൈജ്ഞാനിക ചർച്ചകൾക്ക് അവരെ ക്ഷണിക്കുന്നത്? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരള നദുബത്തുൽ മുജാഹിദീൻ ആ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ ചിന്തകളെ തുറന്നു വെക്കാൻ ധൈര്യപ്പെടാത്തവന്റെ ആശയ ഭീരുത്വമാണ് നിങ്ങളുടെ വർത്തമാനങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത്.
ഇത് നിങ്ങളുടെ പണ്ഡിതന്മാരെത്ര മറച്ചു വെച്ചാലും അവരുടെ ആ മറച്ചുവെക്കലിൽ നിന്ന് പുറത്തു കടക്കും. കേരളത്തിലെ വിഷ്ടം വിഭാഗത്തിന്റെ അണികളുടെ ഹൃദയങ്ങളിൽ ഈ ചോദ്യം നിറഞ്ഞു നിൽക്കും. കേരളത്തിന്റെ അന്തരീക്ഷങ്ങളിൽ ഈ ചോദ്യം മുഴങ്ങി നിൽക്കും. തൗഹീദും ശിർക്കും എന്ന വിഷയത്തിൽ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നുകളോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കല്ലാത്ത സഹായതേട്ടമുണ്ട് എന്ന വിഷയത്തിൽ ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് കേരളത്തിലെ വിഷ്ടം വിഭാഗം സന്നദ്ധമാകണമെന്ന് ഞങ്ങൾ വീണ്ടും 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 നിങ്ങളോട് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളിതില്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ അണികളുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഹൃദയങ്ങളിൽ വേദനകൾ ഉണ്ടാക്കും. അവരുടെ ഉറക്കം ഇത് കടത്തും. രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് കേരള ദുബത്തുൽ മുജാഹിദീനുമായി ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് നമുക്കൊന്നിരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് കേരള ദുബത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരുമായി ഈ വിഷയത്തിൽ നമുക്കൊരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് സന്നദ്ധമാകാൻ കഴിയാത്തത് എന്ന ചോദ്യം കേരളത്തിലെ വിഷ്ടം വിഭാഗത്തിന്റെ സാധാരണക്കാരായ പാവപ്പെട്ട അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന, അതിനുവേണ്ടി പോസ്റ്റർ ഒട്ടിക്കുന്ന, അതിനുവേണ്ടി ഫ്ലെക്സ് കെട്ടുന്ന, അതിനുവേണ്ടി മൈക്ക് കെട്ടുന്ന, അതിനുവേണ്ടി ഓഡിറ്റോറിയങ്ങൾ ബുക്ക് ചെയ്യുന്ന കേരളത്തിന്റെ തെരുവുകളിൽ വിഷ്ടം വിഭാഗത്തിന്റെ ആശയങ്ങൾ സത്യമാണ് എന്ന് കരുതി ജീവിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട സാധാരണക്കാരന്റെ ഹൃദയങ്ങളിൽ എന്നും അവരുടെ മനസ്സുകളിൽ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും, എന്തുകൊണ്ടാണ് നമ്മൾ ഇത് തയ്യാറാകാത്തത്? എന്തുകൊണ്ടാണ് വിഷ്ടം വിഭാഗം തയ്യാറാകാത്തത് എന്ന ചോദ്യം വരുന്ന ആളുകൾ നിങ്ങൾ ഉറക്കം കെടുത്തുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടൊരിക്കൽ കൂടി ഞാനിത് ആവർത്തിക്കുന്നു. ISMന്റെ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ അവസാനത്തെ വാചകം ഞാൻ ഇപ്രകാരം ഇവിടെ ചേർത്ത് വെക്കുന്നു. വൈജ്ഞാനിക ചർച്ചയ്ക്ക് വിഷ്ടം വിഭാഗം സന്നദ്ധമാകണം. കേരളത്തിൽ നിങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഈ ആശയങ്ങൾ സത്യമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഇത് സത്യസന്ധമാണ് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, ഒരു വൈജ്ഞാനിക ചർച്ചയ്ക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വവുമായി കേരള ദുബത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാരുമായി വിഷ്ടം വിഭാഗം സന്നദ്ധമാകണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവശ്യപ്പെടുകയാണ്.